Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Cotton. Live life. നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഇന്ന് അതിഥി. സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. വികസനം, ഭരണ നേട്ടങ്ങൾ തുടങ്ങിയവ തന്നെയാണോ ഇപ്പോഴും ഈ അവസാന ദിവസങ്ങളിലും മുഖ്യ അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നത്? UDFിൻ്റെ മുഖ്യ അജണ്ട അത് തന്നെയാണ്. പക്ഷേ ഇടതുപക്ഷം വികസനം ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. അതവർ ഒരു പ്രശ്നമായിട്ട് ഉന്നയിച്ചില്ല. പക്ഷേ UDF വികസനവും കരുതലും, ഇതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച കാര്യം. അത് കഴിഞ്ഞ 5 വർഷക്കാലം പൂർണ്ണമായും പാലിക്കാൻ സാധിച്ചു. അതിന് ജനങ്ങളിൽ നിന്ന് ലഭിച്ചൊരു പ്രതികരണമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF ജയിച്ചത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് 5 കൊല്ലം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഗവൺമെൻറ്റിനെതിരെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാതിരുന്നത്. ഇപ്പോൾ പല വിവാദ വിഷയങ്ങളുമാണ് ചർച്ചയിലേക്ക് വരുന്നത്. അങ്ങയുടെ 5 വർഷത്തെ ഭരണത്തിൻ്റെ ജനഹിത പരിശോധനയായിരിക്കും അതിൽ വിജയം വരിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം ഇപ്പോഴും? പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. കാരണം ഇതിപ്പം ആദ്യമായിട്ട് നടക്കുന്നതല്ലല്ലോ. ഈ 5 കൊല്ലത്തിനുള്ളിൽ എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിലെല്ലാം UDF ജയിച്ചു. കേരളത്തിലെ ജനങ്ങളെല്ലാം അറിയുന്നവരല്ലേ, എല്ലാം മനസ്സിലാക്കി ചെയ്യുന്നവരല്ലേ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇതാവും. അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ്. 1, UDFിലെ ഐക്യം. 2, വികസനവും കരുതലും എന്നത് കേരളത്തിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്രയായിട്ട് അക്രമ രാഷ്ട്രീയമാണ് വരുന്നത്. അവർ വീണ്ടും വീണ്ടും അക്രമത്തിലും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേസിൽ പ്രതികളായിട്ട് വരികയാണ്. BJP വിഭാഗീയ രാഷ്ട്രീയമാണ്. അവർ ഉള്ള സൗഹൃദം കളഞ്ഞ് വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് രണ്ടിനോടും കേരളത്തിലെ ജനങ്ങൾക്ക് യോജിപ്പില്ല. അതേസമയം വികസനവും കരുതലും എന്ന ആശയം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുക. ഇരുധ്രുവ രാഷ്ട്രീയമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ മൂന്നാമതൊരു ശക്തി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സർവ്വപ്രതാപത്തോടു കൂടിയും വരികയാണ്. പ്രധാനമന്ത്രി നേരിട്ട് 3 ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിമാരുണ്ട്. ഇങ്ങനെ ഒരു മൂന്നാമത്തെ ശക്തിയുടെ BJPയുടെ സാന്നിധ്യത്തെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു ത്രികോണ മത്സരം എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ ഞാൻ ധരിക്കുന്നില്ല. BJPക്ക് ഇതിനു മുമ്പ് അവർ സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ കുറേ ചോർന്നു പോയിട്ടുണ്ട്. ആ ചോർന്ന വോട്ടുകൾ അവർക്ക് സമാഹരിക്കാൻ സാധിക്കും എന്നുള്ളതിൽ കവിഞ്ഞിട്ട് പിന്നെ മത്സരം UDFും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ തന്നെ, LDFും തമ്മിൽ തന്നെയാണ്. BJP ഇപ്രാവശ്യവും കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, യാതൊരു സംശയവുമില്ല. എനിക്കത്ര തൻ്റെ ഇടമായിട്ട് പറയാൻ എനിക്ക് ശക്തി തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടി BJPയെ സപ്പോർട്ട് ചെയ്ത കാലമുണ്ട് 77 തെരഞ്ഞെടുപ്പിൽ. അന്ന് അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഉദുമ പോലൊരു നിയോജക മണ്ഡലത്തിൽ KG മാരാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. അന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് മത്സരം നേടിയത് EM ശങ്കര നമ്പൂതിരിപ്പാടാണ്. 80-ൽ കോൺഗ്രസും സപ്പോർട്ട് ചെയ്തില്ലേ? ആരെ? KG മാരാരെയും. കോൺഗ്രസ് ഒരിക്കലും ഇതായിട്ട് ചെയ്തിട്ടില്ല. അപ്പം മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇന്ന് സാധിക്കുമോ? സാധിക്കത്തില്ല. ഇന്ന് BDJS എന്ന ഒരു ഘടകമുണ്ട്. അങ്ങ് കുട്ടനാട്ടിലാണ് ചിലയിടങ്ങളിൽ UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞത്. അത് മഞ്ചേശ്വരവും കാസർഗോഡുമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കുട്ടനാട്ടിൽ പറയേണ്ട കാര്യമില്ല. ഒന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ കുറേ മീഡിയ കുറേ തികച്ചും തെറ്റായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയാകും. എൻ്റെ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഇതും അതേപടി ഞാൻ എടുത്തു കൊടുത്തു. അത് കിട്ടിയതിന് ശേഷവും പഴയത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഉദ്ദേശം എന്താ? മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത്. ഞാൻ ശ്രീ യെച്ചൂരിക്ക് മറുപടി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഭരണ തുടർച്ചയ്ക്ക്
കോൺഗ്രസ് BJPയുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാധ്യമല്ല. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJPയാണ്. BJP ഏറ്റവും അധികം ഭയപ്പെടുന്നത് കോൺഗ്രസിനെയാണ്. കാരണം ഇന്ത്യയിലിപ്പം CPMനെ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമുണ്ട്. CPM എവിടെയാണുള്ളത്? അതേ സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും വേറുള്ള സാന്നിധ്യമുള്ള കോൺഗ്രസിനെയാണ് അവർ ഭയപ്പെടുന്നത്. പക്ഷേ കേരളത്തിൽ BJPക്ക് ഒരു എൻട്രി വേണമല്ലോ. അപ്പോൾ ഇടതുപക്ഷം ദുർബലമാകുന്നതല്ലേ അവരുടെ എൻട്രിക്ക് എളുപ്പം? ഒരിക്കലുമല്ല. എന്നിട്ട് UDFന് BJP കോൺഗ്രസിനെ ഏറ്റവും അധികം എതിർക്കുന്നത് BJPയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് മോദിയുടെ ഇത്. അപ്പം ഒരിക്കലും കോൺഗ്രസും BJPയും തമ്മിൽ യോജിക്കാനോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാനോ സാധിക്കില്ല. ഇത് പറഞ്ഞേച്ച് ഞാൻ പറഞ്ഞു. അത് താത്വികമായിട്ടുള്ള പൊസിഷൻ. പ്രായോഗികമായിട്ട് നടക്കുമോ? ഇല്ലല്ലോ. കാരണം BJP അവർക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് അവർ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ്സാണ് നിൽക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ്, അപ്പോൾ UDF ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിക്ക് വേറെ ഏതെങ്കിലും കക്ഷിയായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും? നേമത്ത് പക്ഷേ കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു. ഏതാ? നേമത്ത് കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു UDF സ്ഥാനാർത്ഥി. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് മഞ്ചേശ്വരവും കാസർഗോഡും കൂട്ടിയിട്ട് പറഞ്ഞു അത് ഒരു കാരണവശാലും നടക്കുന്ന കാര്യമല്ല എന്ന് യെച്ചൂരിക്ക് മറുപടി പറയേ താത്വികമായിട്ട് നടക്കത്തില്ല, പ്രായോഗികമായിട്ട് അതും സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് പറഞ്ഞതിനെയാണ് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പം മീഡിയ ക്രെഡിബിലിറ്റി അവർക്ക് പ്രശ്നമല്ല. എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നും അങ്ങ് BJP 2-ാം സ്ഥാനത്ത് വന്നേക്കുമെന്നൊരു സംശയം അവിടെ വെച്ച് അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിച്ചു. അത് വലിയ തോതിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു, അതിനിടയാക്കി എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമ്മാതിരി ന്യൂനപക്ഷ വോട്ടുകൾ BJPയെ കാണിച്ച് BJP ഭയമുണ്ടാക്കി കേന്ദ്രീകരിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടോ? അങ്ങനെ ഒരു ലക്ഷ്യമില്ല. കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ ശക്തി മതി, UDFന് UDFിൻ്റെ ശക്തി മതി, ഒരു പ്രശ്നവുമില്ല. UDFിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പം മാത്രമാണ് അത് മുതലെടുക്കാൻ മറ്റു കൂട്ടർക്ക് സാധിക്കുന്നത്. ഇപ്രാവശ്യം UDFിൽ പൂർണ്ണ ഐക്യമാണ്, കോൺഗ്രസ്സിൽ പൂർണ്ണ ഐക്യമാണ്. ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് നയിക്കുന്നത്. 140 നിയോജക മണ്ഡലത്തിലും പാർട്ടി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇടതുമുന്നണിക്കത് പറയാൻ പറ്റുമോ? എത്ര പേരാ സ്വതന്ത്രന്മാർ, പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ലാത്തവർ, കോൺഗ്രസിൻ്റെ ബാർ പോളിസി പ്രതിഷേധിച്ച് പോയ ആൾ വരെ അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്കതല്ല സ്ഥിതി. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇടതുമുന്നണി നേട്ടമുണ്ടാക്കി, BJPയും നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം പോലെയുള്ള ഇടങ്ങളിൽ BJP നേട്ടമുണ്ടാക്കിയെടുത്ത് കോൺഗ്രസിന് നഷ്ടവും സംഭവിച്ചു. അങ്ങനെ ഉണ്ടാകാൻ കാരണം കഴിഞ്ഞ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയോട് കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്, BDJSനോട് കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി ഇടതുപക്ഷത്തിന് കിട്ടിയെന്നൊരു വിലയിരുത്തലുണ്ട്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളുടെ വിലയിരുത്തലല്ലേ? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റെന്ന് ആര് പറഞ്ഞു? ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും വോട്ടെടുത്ത് നോക്ക്. ജില്ലാ പഞ്ചായത്ത് 7-7, മുനിസിപ്പാലിറ്റി ഓൾമോസ്റ്റ് ഈക്വലാണ്. ഈ കോർപ്പറേഷനിലാണ് ഒരു വ്യത്യാസം. അത് കണ്ണൂർ ഒരു വിമതനെ പിടിച്ച് തൃശ്ശൂർ ചില പ്രശ്നങ്ങൾ വന്നു. പക്ഷേ വോട്ട് നോക്കുമ്പം ജില്ലാ പഞ്ചായത്തും മുനിസിപ്പൽ കോർപ്പറേഷനോട് നോക്കിയാൽ അതാണ് പൊളിറ്റിക്കൽ. മറ്റേത് ഗ്രാമപഞ്ചായത്തുമൊക്കെ അത് പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്, മറ്റു പല ഇഷ്യൂസ് വരുന്ന. പക്ഷേ നമ്മൾ വോട്ടെണ്ണം എടുത്താൽ, ആകെ വോട്ടെടുത്താൽ 2010 84 ലക്ഷം വോട്ട് കിട്ടി UDFനെങ്കിൽ കഴിഞ്ഞ തവണ അത് 74 ലക്ഷമായി. അതായത് 10 ലക്ഷം വോട്ട് കുറഞ്ഞു. ഇടതുമുന്നണിക്ക് 3 ലക്ഷം വോട്ടേ കുറഞ്ഞുള്ളൂ. BJPക്ക് 11 ലക്ഷം വോട്ട് കൂടി, 26 ലക്ഷം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14% വോട്ട്, അതായത് 26 ലക്ഷം വോട്ട് BJP സമാഹരിച്ചു. അപ്പോൾ BJP 11 ലക്ഷം വോട്ട് കൂട്ടിയപ്പോൾ UDFനാണ് 10 ലക്ഷം വോട്ടിന്റെ കുറവുണ്ടായത്. ഏതിൻ്റെ വോട്ട് കൂട്ടിയിട്ടായി പറയുന്നത്? ആകെ ഗ്രാമപഞ്ചായത്തായിരിക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും വോട്ട് നോക്കിയേ. അപ്പോൾ കേരളം മുഴുവൻ കവർ ചെയ്യും. ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കേരളം മുഴുവനായി. ഈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെയാണ് പറയുന്നത്. അത് വേറെ പല റിബൽ സ്ഥാനാർത്ഥികൾ വരും,
പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വരും, പലത് വരും. വെള്ളാപ്പള്ളി നടേശൻ്റെ പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തോട് അങ്ങേക്ക് മൃദു സമീപനമുണ്ടോ? നമുക്കെന്താ, അദ്ദേഹം BJP ആയിട്ട് കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പം പിന്നെ കോൺഗ്രസ്സുകാരനായി എനിക്ക് മൃദു സമീപനം സാധ്യമാകുക. ഞാൻ കോൺഗ്രസ്സാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കോൺഗ്രസ്സാണ്. തീർച്ചയായും രൂക്ഷമായ പ്രതികരണം അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ്. എന്തിന്? ഇപ്പോൾ VM സുധീരൻ പ്രതികരിക്കുന്ന ഭാഷ, ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട്. ആ ഭാഷയല്ലേ എനിക്ക് ഉപയോഗിക്കാനൊക്കത്തുള്ളൂ. പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. പക്ഷേ അദ്ദേഹം BJP ആയിട്ട് ബന്ധപ്പെട്ട നാൾ മുതൽ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനായി എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കില്ല, ഒരു വിധത്തിലും ബന്ധപ്പെടാൻ സാധിക്കില്ല. അതാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ ഇതുവരെയുള്ള വികസന സങ്കല്പം, ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് കേരളം ഇത്രയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് സ്ഥാപിച്ചു. അതിൽ സോമാലിയ എന്ന പരാമർശം വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു എങ്കിലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഈ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിലെ, ആദിവാസി വിഭാഗത്തിലെ പിന്നോക്കാവസ്ഥ ആർക്കും മറച്ചുവെക്കാനാകാത്ത ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമല്ലേ? അദ്ദേഹം 15 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തുമായിട്ട് കേരളത്തെ ഒന്ന് താരതമ്യപ്പെടുത്തുകയും, ഗുജറാത്ത് എവിടെ കിടക്കുന്നു, കേരളം എവിടെ കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ കേരളത്തെ വിമർശിക്കാൻ വേണ്ടി ഉദ്ധരിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. ഞാനിന്നതെല്ലാം പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ശിശുമരണ നിരക്കുൾപ്പെടെ, ആയുധറുക്കം ഉൾപ്പെടെ, പിന്നെ വിദ്യാഭ്യാസ രംഗത്തെ പ്രോഗ്രസ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും പിന്നെ ഗുജറാത്ത് വളരെ പിന്നിലാണ്. എന്നിട്ട് പ്രധാനമന്ത്രി കേരളത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഇതായിട്ടുള്ള. പിന്നെ അദ്ദേഹം പിന്നെ സൊമാലിയ പറഞ്ഞതിന് എടുത്തു കാട്ടിയ ഒരു ഉദാഹരണം അത് വാസ്തവമായിട്ടൊരു ബന്ധവുമില്ലാത്തതാണ്. ഇങ്ങനൊരു പത്രവാർത്ത വന്നു എന്നുള്ളത് ശരിയാണ്. പത്രവാർത്ത വന്ന അന്നേരെ ഞങ്ങൾ അന്വേഷണം നടത്തി, 2 വിധത്തിൽ അന്വേഷണം നടത്തി. പോലീസിനെ കൊണ്ട് നടത്തിച്ചു, SC/ST ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് നടത്തിച്ചു. അവർ ആ വീട്ടിൽ പോയി, കോളനിയിൽ പോയി, സ്കൂളിൽ പോയി, എല്ലാവരുടെയും നിന്നും മൊഴിയെടുത്തു, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് റോങ് ചോയ്സായി. ശരിയാണ്, കേരളത്തിൻ്റെ പൊതുസ്ഥിതി വളരെ മെച്ചമാണ്, ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. ശിശു മരണനിരക്ക് 1000-ൽ 12 പക്ഷേ നമ്മൾ ഈ പട്ടികവർഗ വിഭാഗങ്ങളിൽ കുട്ടികളുടെ ശിശുമരണ നിരക്ക് എടുത്താൽ അത് 1059 ഉണ്ട്. തെറ്റാണ്. നിങ്ങളോട് ഇതാരായി പറയുന്നത്? ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളില്ലേ? 59 ഉണ്ടെങ്കിൽ അത് ഈ 12-ലും പ്രതിഫലിക്കും. കേരളത്തിലല്ലേ ആദിവാസി കുട്ടികൾ? നിങ്ങളത് മനസ്സിലാക്കാത്ത എന്താ? പിന്നെ 59 റേറ്റെങ്കിൽ അവർ കേരളത്തിലെ കുട്ടികൾ തന്നെയാണല്ലോ. അത് ഓവറോൾ ആവറേജ് എടുക്കുമ്പോൾ അതും കേരളത്തിൽ ഈ 12 നിൽക്കുമോ? അപ്പം ഇല്ലല്ലോ. പക്ഷേ ആകെ ജനസംഖ്യയുടെ ചെറിയ വിഭാഗം മാത്രമല്ലേ ആദിവാസി മേഖലയിലുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ അവരുടെ സാമൂഹ്യ വികസന സൂചകങ്ങൾ എടുത്താൽ ഇപ്പോൾ വീടുകളുടെ വൈദ്യുതീകരണമാകട്ടെ, കക്കൂസുകളുടെ എണ്ണമാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പൊതുസ്ഥിതി 90% മുകളിൽ വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഈ ആദിവാസി മേഖലകളിൽ അത് വളരെ താഴ്ന്നതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അത് മുഴുവൻ ശരിയൊന്നുമല്ല. നമ്മൾ പിന്നെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മൾ വളരെ മുന്നിലാണ്. പിന്നെ കേരളത്തിലും അവരെ മറ്റുള്ളവരോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് കുറേ പിന്നെ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കാരണം അവരെ ഒന്ന് തയ്യാറാക്കി കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ ക്രമേണ അത് പിന്നെ ഉയർത്തിക്കൊണ്ടുവരും. തുടർഭരണമാണല്ലോ UDF ലക്ഷ്യം വയ്ക്കുന്നത്. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണം എന്ന് തന്നെയാണോ? ഒരിക്കലുമല്ല. UDF ഗവൺമെൻറ്റിൻ്റെ തുടർഭരണമാണ്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ളതെല്ലാം പിന്നെ പുതിയ MLA-മാരുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനമാണ്. എനിക്ക് തെരഞ്ഞെടുപ്പ് വരെ മാത്രമുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ 96-നെ എടുത്താൽ ചാരായ നിരോധനം നടപ്പാക്കിയ AK ആൻ്റണിക്ക് ഒരവസരം കൂടി എന്ന് പറഞ്ഞ് പ്രചരണ വാഹനങ്ങൾ ക്യാമ്പയിൻ നടത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സമാനമായ വിധത്തിൽ ഇപ്പോൾ ബാറുകൾ പൂട്ടിയ ഉമ്മൻചാണ്ടിക്ക് ഒരവസരം കൂടി എന്ന് ക്യാമ്പയിൻ നടത്താമല്ലോ. ഒരിക്കലും നടത്തിയിട്ടില്ല, നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തിയിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പരാജയം ഇതിൻ്റെ മുഖ്യ ഉത്തരവാദിത്തം താങ്കൾക്കാണോ?
ഞങ്ങൾക്ക് ജോയിൻറ്റ് ലീഡർഷിപ്പാണ്. ആ ജോയിൻറ്റ് ലീഡർഷിപ്പ് ഒന്നിച്ച് തന്നെ നിൽക്കും. അത് ജയത്തിലും പരാജയത്തിലും എല്ലാം ഒന്നിച്ച് നിൽക്കും. ഈ തെരഞ്ഞെടുപ്പിൽ UDF നല്ല വിജയം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങ് ഭരണനായകനാണ് എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയം നടന്നപ്പോൾ ആരോപണങ്ങൾ കേട്ടു എന്നതിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, എൻ്റെ പേരിലും ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന ശക്തമായ നിലപാട് അങ്ങെടുത്തു. സ്ഥാനാർത്ഥി നിർണയം ഒരല്പം വൈകുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇത്തവണത്തെ ഈ പാനലിനെ വിജയിപ്പിക്കുക എന്നതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരെക്കാൾ കൂടുതൽ താങ്കൾക്കില്ലേ? പിന്നെ UDF ചെയർമാൻ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം കൂടുതൽ എനിക്കുണ്ട്. അത് ഞാൻ എടുക്കുന്നുമുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി നിർണയം താമസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ്. AICCക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ ഒരു പിന്നെ സ്റ്റേറ്റിൽ പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശ നോക്കുന്നത് സ്ക്രീനിങ് കമ്മിറ്റിയാണ്. സ്ക്രീനിങ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടത്തുള്ളൂ. കാരണം സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മെമ്പർമാർക്ക് പഠിക്കണം. അല്ലാതെ ഇത് ചുമ്മാ വെറുതെ ഒരു ഫോർമാലിറ്റി പോയിരുന്ന് എഴുതി വെച്ച് അംഗീകരിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനാണ് ഇവിടെ സമയം നീണ്ടുപോയെന്ന് പറഞ്ഞത്. ഒരാഴ്ചത്തെ ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥികൾ അന്തിമമായി തീരുമാനിക്കപ്പെട്ടപ്പോൾ പിറ്റേന്നത്തെ പത്രങ്ങൾ ഉമ്മൻചാണ്ടിയുടെ വിജയം എന്നാണ് എഴുതിയത്. ആ അർത്ഥത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ താങ്കൾ വിജയിച്ചു എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ താങ്കളുടെ ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ വ്യാഖ്യാനിക്കും. പിന്നെ ഒന്ന്, സ്ഥാനാർത്ഥി നിർണയത്തിൽ അങ്ങനെ ജയവും തോൽവിയൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കമ്മിറ്റികളും കാര്യങ്ങളും എല്ലാം നോക്കണം. ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ. ഇപ്പം പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നോട് പറയുക പിന്നെ ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പാർട്ടിയാണ്. കഴിവുള്ള നേതാക്കന്മാർ, ജനസമ്മതിയുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ്. അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ വലിയ വിവാദങ്ങളാവുകയും പിന്നീട് അത് ശക്തമായ സമ്മർദ്ദമുയർന്നതിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മോശം പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഒന്നുമില്ല. ഒന്ന്, നിങ്ങൾ ആ ഓർഡർ ഒന്ന് വായിച്ചു നോക്കിയിട്ട്, ഒരു പ്രാവശ്യം വായിച്ചു നോക്കിയാൽ ചെന്നൈ ഈ ചോദ്യം ചോദിച്ചേ. ഇത് പിന്നെ ലാൻഡ് സീലിങ്ങിന് എക്സംഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലാൻഡ് റിഫോംസ് നിയമം അന്ന് മുതലുള്ളതാണ്. ഈ ഗവൺമെൻറ് അതിന് ശക്തമായ നിയന്ത്രണങ്ങൾ വെച്ചു. അങ്ങനെ നിയന്ത്രണം വെച്ചിട്ട് ഞങ്ങൾ എക്സംഷൻ പിന്നെ കൊടുത്തതാണ് ഇതിനകത്തെ ഒരു കാറ്റഗറി വന്നിട്ടുള്ളത്. മറ്റതെല്ലാം നിയമാനുസൃതമാണ് ചെയ്തത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സാഹചര്യത്തിൽ ഇത് ഒരു പ്രശ്നമായി വന്നപ്പം പിന്നെ കോൺഗ്രസ് തന്നെ ഈ കാര്യത്തിൽ നമ്മളൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകേണ്ട, ഒരു ഓപ്പണായിട്ട് കിടക്കട്ടെ എന്ന നിലയിൽ തീരുമാനമെടുത്തു. കോൺഗ്രസിലായിരുന്നു വളരെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായത്. തെറ്റൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവുക? കോൺഗ്രസ് പ്രതിഷേധമല്ല, നിർദ്ദേശമാണ് വരുന്നത്. ഒരു കോൺട്രവേഴ്സിയും വേണ്ട, നമുക്കിതാകണം, അയക്കൂ, എന്താ നമുക്ക് അതിനകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ നിങ്ങൾ ഈ വിമർശിക്കുന്നതിന് മുമ്പ് ആ ഉത്തരവൊന്ന് വായിച്ചു നോക്കണം. അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ തെറ്റൊന്നുമില്ല എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ഏതാ അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ തെറ്റൊന്നുമില്ല എന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അതെ, അതിനകത്ത് പിന്നെ നിയമപ്രകാരം വന്നിട്ടുള്ള നടപടിക്രമങ്ങളാണ്. എല്ലാം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് വന്നത്. പക്ഷേ അതൊരു വിവാദമായപ്പം ഞങ്ങൾ വിവാദത്തിനില്ല. ഞങ്ങൾ മാറ്റിവെച്ചു, ഇതായിട്ടുള്ളതാണ്. പക്ഷേ ഈ വിമർശിക്കുന്നവർ എന്താണ് തീരുമാനമെന്ന് പോലും വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ നിലം നികത്താൻ അനുമതി കൊടുത്തു എന്നാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ ഭൂമിയാണ് എങ്കിൽ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഭൂമിയാണ്. ഇളവ് തേടി മുൻപും ഈ സർക്കാരിനെ തന്നെ സമീപിച്ചിട്ടുണ്ട്. അന്ന് റവന്യൂ വകുപ്പ് എടുത്തിട്ടുള്ള നിലപാട് ഒരു കാരണവശാലും ഇത് കൃഷിയേതര ആവശ്യങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു. ഇത് ഈ അപേക്ഷ തന്നെ ബോണഫൈഡ് അല്ല എന്ന് റവന്യൂ വകുപ്പ് 2013 ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് അവസാനം മാർച്ച് മാസമാകുമ്പോൾ മാറുകയാണ്. ഇല്ല, അതൊന്നും മാറിയിട്ടില്ല. ഇത് പിന്നെ അവർ വേറെ കമ്പനി രൂപീകരിച്ചു, അവർ വേറെ പേരിൽ അപേക്ഷ കൊടുത്തു. അപ്പം ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ വന്നതാണ്. ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം ഇത് ക്യാൻസൽ ചെയ്തു. അല്ലാതെ അതിപ്പം പിന്നെ ഫയൽ നോക്കിയാൽ അറിയാമല്ലോ ഇത് എങ്ങനെയാണ് ഇത് വന്നെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അവർ വേറെ പേര് വന്നു. അപ്പം പേര് വരുമ്പം പെട്ടെന്ന് മനസ്സിലാകുന്നില്ല.
അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം മാറ്റി. ഇതെല്ലാം ഫയലിലുള്ള കാര്യങ്ങളല്ലേ. അല്ല, ഇപ്പോൾ മെത്രാൻ കായൽ ഭൂമിയുടെ കാര്യത്തിലും ഇതേമാതിരി ഇതേ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് തന്നെ മുൻപ് ഈ പദ്ധതിക്ക് സാധിക്കില്ല, ഈ പദ്ധതി ഈ പ്രദേശത്ത് നടത്താൻ പറ്റില്ല എന്ന് നിലപാടെടുക്കുകയും അപേക്ഷ നിരസിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ആ പദ്ധതി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായി എന്ന് ഉത്തരവിൽ എഴുതി വെച്ചുകൊണ്ട് അനുമതി കൊടുക്കുകയാണ്. അതെ, അതിനകത്താണ് പറയുന്നത്. ഇത് ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയല്ല, VS അച്യുതാനന്ദൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. അതൊരു പ്രപ്പോസൽ അല്ലേ? അല്ല, ഇൻ പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഞാനെടുത്ത് കാണിക്കാം. നിങ്ങൾ എന്താ ഇത് പറയുന്നത്? എന്തൊരു മാധ്യമ ധർമ്മമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഉള്ള സത്യമായിട്ട് എടുക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. അവരിത് അംഗീകരിച്ചു. അന്ന് പിന്നെ അവരുടെ മുന്നണിക്കകത്ത് തർക്കമുണ്ടായി എന്ന് പറയുന്നു. ഏതായിരുന്നാലും നടന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്നു, അത് റിജക്റ്റ് ചെയ്തു. എന്താ? പരിസ്ഥിതി സൗഹൃദ പ്രോജക്റ്റ് അല്ല എന്നതിൻ്റെ പേരിൽ അവർ വീണ്ടും അതിൻ്റെ പുതിയ പ്രപ്പോസലോടുകൂടി പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഇത് അവർ കൂടെ തന്നു. അത് ഈ അച്യുതാനന്ദൻ്റെ കാലത്ത് ആദ്യം കൊടുത്തതുപോലെ ഇൻ പ്രിൻസിപ്പൾ അതിൻ്റെ മറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തതാണ് ഈ പ്രശ്നമായിട്ടുള്ളത്. അതും തർക്കം വന്നപ്പോഴേ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഈ തീരുമാനങ്ങളുടെ പേരിൽ അങ്ങയുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾ, വിശേഷിച്ച് റവന്യൂ മന്ത്രി, ആക്ഷേപം കേട്ടു. അവർ അങ്ങനെ ആക്ഷേപം കേൾക്കാൻ അർഹരാണോ, അതോ ഈ തീരുമാനത്തിൻ്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കുന്നോ? ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. ഞങ്ങളിതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യാഥാർത്ഥ്യം. അത് നോക്കണം. പിന്നെ ഇതിൽ പലതും ലാൻഡ് സീലിങ്ങിൻ്റെ എക്സംഷനാണ്. അത് ഞങ്ങളാണ് കർശനമായ നിയന്ത്രണം കൊണ്ടുവന്നത്. ബാർക്കോഴയും സോളാറും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം വിവാദ വിഷയങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കും? ഒരിക്കലും ബാധിക്കത്തില്ല. കാരണം ഇതെല്ലാം കത്തി നിൽക്കുന്ന സമയത്തല്ലേ അരുവിക്കര തിരഞ്ഞെടുപ്പ് നടന്നത്. നിങ്ങൾ അവിടുത്തെ പ്രചരണ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഇതല്ലാതെ ഇടതുപക്ഷം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇത് മാത്രം. പക്ഷേ ജനങ്ങൾ വലിയ വോട്ടോട് ജയിച്ചു. പിന്നെ ബാർക്കോഴ എന്താ ഇപ്പോഴത്തെ വിജിലൻസിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്? മാണി സാറിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തോട് മന്ത്രിസഭയിൽ ചേരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇനിയും കോടതിയുടെ വിധി അനുസരിച്ച് മാറിയതാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു പൊസിഷൻ എടുത്തതാണ്. അതിനകത്ത് ശാസ്ത്രീയമായ തെളിവുകൾ പരിശോധിച്ച് അദ്ദേഹത്തിനെതിരായിട്ട് കൊടുത്ത മൊഴി തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ജിഷ എന്ന പെൺകുട്ടിയുടെ മരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിലാണ് ഉണ്ടായത്. അതിൽ പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഒപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന ആരോപണം വരുന്നു. ഈ കൊലപാതകം UDF പ്രതികൂലമായി ബാധിക്കില്ലേ? നമുക്ക് ഏറ്റവും ദുഃഖകരമായ സംഭവമായിപ്പോയി. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് സംഭവിച്ചു. അതിൽ അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്, വേദനയുണ്ട്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ശ്രമം ഒട്ടും ശരിയല്ല. ഞങ്ങൾ ശ്രമിച്ചില്ല, പക്ഷേ അതിന് ചിലർ ശ്രമിച്ചു. പക്ഷേ പ്രതിപക്ഷ നേതാവിനോട് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ല. അദ്ദേഹം മറ്റു പലതുമാണ് പറയുന്നത്. ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞ കാര്യം, അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ഞങ്ങളതൊന്നും ഒരു ഇഷ്യൂ ആക്കിയതല്ല. പക്ഷേ രാഷ്ട്രീയവൽക്കരിക്കാൻ ഇടതുപക്ഷമാണ് ശ്രമിച്ചത്. അവർക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്തു. കേന്ദ്ര വനിതാ കമ്മീഷൻ പറഞ്ഞത് ഈ നാട്ടിൽ വനിതകൾക്ക് അവരുടെ വീടുകൾക്കുള്ളിൽ പോലും സുരക്ഷിതരായി കഴിയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ്. സത്യവും ആ പ്രസ്താവനയും തമ്മിൽ എത്രമാത്രം ദൂരമുണ്ടെന്ന് കേരളത്തിലെ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾക്കറിയാം. വളരെ നന്ദി ചീഫ് മിനിസ്റ്റർ. Nucleus Properties Close Encounter brought to you by Nucleus Properties. Nucleus Villas and Apartments, Kochi, Kottayam. Live life.